ഹേ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു സൂപ്പർമാൻ സ്റ്റോറീസ്. അപ്പോൾ ഇന്നെൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. 25 ഓഗസ്റ്റ് 5ാമത് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. നേരെ ഗുരുവായൂർക്കാട്ടോ. ഗുരുവായൂർ എപ്പോൾ വന്നാലും ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക ഫീലിങ്സാണ്. ഇവിടെ നിന്ന് തൊട്ട് ഗുരുവായൂരപ്പൻ്റെ പോസിറ്റീവ് എനർജി കിട്ടും. അങ്ങനെ ഗുരുവായൂരെത്തി. സർപ്രൈസ് വിസിറ്റ് വിഷു മുതൽ കാണാൻ വേണ്ടിയിരിക്കുന്നതാണ്. വിഷുവിന് ഗുരുവായൂരപ്പനെ വന്ന് കാണാമായിരുന്നതാണ്. ഇപ്പോൾ അത് അഷ്ടമി രോഹിണിക്ക് നാളെ ഇതിനാണ് വരാൻ പറ്റിയത്. ശ്രീകൃഷ്ണേന്ദ്ര തലേദിവസം മനസ്സിലാവും. ഇനി ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഒക്കെ ഫ്രീ പാർക്കിംഗ് ആട്ടോ. ഞാനിവിടെ കയറ്റിയിട്ടെ വണ്ടി പാർക്ക് ചെയ്ത് പുറത്തിറങ്ങിയ ശേഷം അതിൻ്റെ പുറത്ത് തന്നെ മുല്ലപ്പൂ വിൽക്കണ ഒരു ചേട്ടനുണ്ടായി. അവിടെ നിന്ന് കുറച്ച് മുല്ലപ്പൂവൊക്കെ മേടിച്ച് ഇവരൊക്കെ ചൂടി. പണ്ട് കാലത്ത് അമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഭഗവാനെ കാണാൻ പോകുമ്പോൾ മുല്ലപ്പൂവൊക്കെ ചൂടി അണിഞ്ഞൊരുങ്ങി വേണം ചെല്ലായിരുന്നു. ഇനിയിപ്പോൾ ഇൻ കേസ് മുല്ലപ്പൂ കിട്ടിയില്ലെങ്കിലും ഒരു തുളസിക്കതിര് നുള്ളി മുടിയിൽ വെച്ചാലും മതി. അത് തന്നെ ഒരു ഐശ്വര്യം. ഞങ്ങളൊരു 6:15 അമ്പലത്തിൻ്റെ അകത്തെത്തിയിട്ടോ. അമ്പലത്തിൻ്റെ അകത്ത് ചുറ്റുമുള്ള കടകളൊക്കെ കണ്ട് കണ്ണനും കുഞ്ഞിനും അവർക്കുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള ലിസ്റ്റ് ഇട്ട് തുടങ്ങിയായിരുന്നു. അവർക്ക് തിരിച്ചു വരുമ്പോൾ കിച്ചൺ സെറ്റ് മേടിക്കണം, ഡോറ പൂജീനെ മേടിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് തൊഴുതിറങ്ങിക്കഴിഞ്ഞാൽ വടക്കുന്നാതിനെ കൂടി ഒന്ന് കണ്ട് തൊഴുതിറങ്ങിയാൽ കൊള്ളാമെന്ന് ഒരു ആഗ്രഹം വെച്ചിട്ടാണ് കാലത്ത് പുറപ്പെട്ടത്. പക്ഷെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് തിരക്കുണ്ടായിരുന്നു. 1-2 കല്യാണം അവിടെ നടക്കണ്ടായിരുന്നുള്ളൂ. ബാക്കി മണ്ഡപങ്ങളെല്ലാം ഫ്രീ ആയിരുന്നു. ഫ്രണ്ടിൽ നിന്ന് ആവശ്യത്തിനധികം തൊഴുതു. തിരക്കും ക്യൂ എന്ന് കണ്ടിട്ട് ഗുരുവായൂരപ്പനെ തൊഴാണ്ട് പോകാൻ തോന്നിയില്ല. ചാടിക്കയറി ക്യൂ അങ്ങോട്ട് നിന്നു. അങ്ങനെ രാവിലെ ഒരു 6:30 മണിക്ക് ക്യൂ നിന്നിട്ട് 9:30 മണിയായപ്പോഴേക്കും ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതിറങ്ങി. ഗുരുവായൂരപ്പൻ്റെ ഓട്ട മത്സരത്തിൽ കാണാൻ കേട്ടോ. കഴിഞ്ഞ മഴക്കാലത്ത് ഒടിഞ്ഞു വീണ കൂവളത്തിന്റെ മരത്തിന് ചെറിയ പൊടിപ്പൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ക്യൂ ആ. ഇവിടെ അങ്ങനെ കറങ്ങി അങ്ങനെയില്ല. അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരിക, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുക, ആ പന്തലിൽ കയറുക, അവിടെ അങ്ങനെ ക്യൂ ഇടാം. അവിടുത്തെ ക്യൂ കാണിച്ചു. പിന്നെ പതിവ് പോലെ തന്നെ നമുക്ക് മൊബൈൽ അകത്തോട്ട് കയറ്റാൻ പാടില്ല. അത് കാരണം നമ്മൾ മൊബൈൽ കൊണ്ട് ക്ലോക്ക് റൂമിൽ വെച്ചു ഗുരുവായൂരപ്പനെ തൊഴാൻ വേണ്ടി കയറി. കുഞ്ഞിക്കണ്ണന് ഗോപികണ്ണനെ കണ്ടപ്പോൾ എൻ്റെ ആനപ്പുറത്ത് കയറുന്നു പറഞ്ഞു വേളമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ക്യൂ എല്ലാം കഴിഞ്ഞ് മുമ്പോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവൻ വരണവർക്കും പോണവർക്കൊക്കെ ടാറ്റ കൊടുക്കലും ഫ്ലൈയിങ് കിസ് കൊടുക്കലായി. ആ വഴി പോണ എല്ലാ പെൺകുട്ടികൾക്കും ഉമ്മയും കൊടുത്ത് ടാറ്റയും കൊടുത്ത് ഇവൻ തന്നെ ഒരു കൃഷ്ണനായിരുന്നു അവിടുത്തെ. ക്യൂമെല്ലാം നീങ്ങി മേപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെത്തി. അവിടെ തിരുവാതിര നടന്നതിൻ്റെ സമ്മാനദാനമായിരുന്നു. അപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിപ്പുണ്ട്. എവിടെയാണ് ക്യൂ തുടങ്ങണമെന്ന് ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട്. ആൾക്കാരെല്ലാവരും പോണവരെല്ലാവരും ക്യൂ നിൽക്കാൻ വേണ്ടി പോണവരാണ്. എൻ്റെ മച്ച, ഞാനിങ്ങനെ നിന്നപ്പോൾ ഒരു ക്യൂട്ട് കുട്ടി ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് പുറത്തിറങ്ങി. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പഴയടം രുചിയിൽ കയറി എന്തെങ്കിലും കഴിക്കാൻ. പഴയിടത്തിൻ്റെ രുചി കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്നുവരെ കഴിച്ചിട്ടില്ല. മാത്രമല്ല ഏകദേശം 10 മണിയായിരുന്നു. പക്ഷേ നമ്മുടെ ഹബ്ബളായി തുടങ്ങിയായിരുന്നു. നേരെ വന്ന് 2 മസാല ദോശയും കാപ്പിയും പറഞ്ഞു. കൂട്ടിന് 2 പൂരിയും കൂടി പറഞ്ഞിട്ടാ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സംഭവം കൊള്ളായിരുന്നു. പൂരിക്ക് നല്ല ക്രിസ്മസിനായിരുന്നു. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ 10,000 പേര് വരുമ്പോൾ അവിടെ സെർവ് ചെയ്യാനായിട്ട് 100 പേര് വന്നാലും ഓടിയെത്തത്തില്ല. അതാണ് ആകെയുള്ളൊരു പ്രശ്നം. പക്ഷെ ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു. അവിടെ നിന്ന് 1 ലിറ്റർ പാലട മേടിച്ച് 300 രൂപയായിരുന്നു. അതും മേടിച്ചുകൊണ്ട് വടക്കുന്നാൻ്റെ അടുത്ത് ഓടിപ്പാഞ്ഞെത്തിയപ്പോഴേക്കും 11:45 11:30 മണിക്ക് അവിടെ നടയടച്ച്. പിന്നെ എന്ത് ചെയ്യാനാ, പിന്നെ വണ്ടി ഓടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ.